ഇതൊരു പിണ്ടി ഡെക്കറേഷൻ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? പെട്ടെന്ന് വിശ്വസിക്കാൻ ആർക്കും പറ്റില്ല കേട്ടോ. ഞങ്ങൾ ഈ വഴിക്ക് ഇങ്ങനെ പോയപ്പോൾ എന്തോ ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ഡെക്കറേറ്റീവ് ഐറ്റം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് തോന്നിയത്. അപ്പോൾ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കരുവന്നൂരാണ്. അപ്പോൾ വെറൈറ്റി പിണ്ടി ഡെക്കറേഷൻസ് ഏറ്റവും അധികം കാണാൻ പറ്റുന്നത് കരുവന്നൂർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ആരാന്ന് പറയുന്നതിന് മുമ്പ് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പള്ളിപ്പറമ്പിൽ ജോയി ചേട്ടൻ്റെ വീട്ടിലാണ്. ജോയി ചേട്ടൻ്റെ മക്കളായിട്ടുള്ള ലിജിയും ജിൻസിയും കൂടി ചേർന്നിട്ടാണ് ഇത്ര ഭംഗിയിൽ ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ തന്നെ ചോദിക്കുന്നത് ഇതിനകത്ത് പിണ്ടി ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് പിണ്ടി ഉണ്ട്. പിണ്ടിയുടെ പുറത്ത് കാർഡ്ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാർഡ്ബോർഡ് കൊണ്ടാണ് ഈ ഒരു റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ടുള്ളത്. അതിന് ചുറ്റും ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് ഇതുപോലുള്ള ഭാഗങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് സ്പ്രേ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സാധാ പെയിന്റ്. ഓക്കെ, സാധാ പെയിന്റ് തന്നെയാണ് ഇതുമേ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗം, ഈ ഒരു വേസിന്റെ ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത് കാർഡ്ബോർഡ് തന്നെയാണ്. കാർഡ്ബോർഡിൽ ഷേപ്പ് വെട്ടിയെടുത്തിട്ട് ഈ ഒരു കളറ് പേപ്പർ ഒട്ടിച്ചിട്ട് ഇതിന്റെ മുകളിലും പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം ഈ പൂക്കളാണ് കേട്ടോ. ഇത് ശരിക്കും ഒറിജിനൽ 10 മണി പൂക്കൾ കൊണ്ട് വെച്ചിരിക്കുന്നതാണോ എന്ന് സംശയം തോന്നുന്നില്ലേ? അത്രയ്ക്ക് ഒറിജിനാലിറ്റിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പൂക്കൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഫിനിക്സ് പേപ്പറാണ്. ക്രീപ്പ് പേപ്പറിന് തന്നെ ഹൈ ക്വാളിറ്റി വരുന്ന പേപ്പറാണ് ഫിനിക്സ് പേപ്പർ. ഇതിൽ ഈ ഇലകളുടെ ഭാഗമൊക്കെ കൊടുത്തിട്ടുള്ളത് ക്രീപ്പ് പേപ്പറാണ്. അപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട്. ഇത്രയും ഭംഗിയിൽ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന 2 കുട്ടികളെ കണ്ട് പരിചയപ്പെട്ടു എന്നുള്ളത് തന്നെ ഞങ്ങൾക്കൊരു വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അത്ര ഭംഗിയിലാണ് ഇവർ ഈ ഒരു ഡെക്കറേഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. വീഡിയോ കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കമൻറ്റ് ചെയ്യുന്നതാണെങ്കിലും ഫോൺ വിളിച്ച് ചോദിക്കുന്നതാണെങ്കിലും ഒരൊറ്റ കാര്യമുള്ളൂ, വെറൈറ്റി പിണ്ടി ഡെക്കറേഷൻസ് ഒന്ന് ഷെയർ ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ വെറൈറ്റികൾ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും പറയും നമ്മൾ കരുവന്നൂർ തന്നെ വരണം എന്നുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ കരുവന്നൂർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ നമ്മൾ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തൊരു മോഡലാണ്. അപ്പോൾ ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത് കല്ലേലി കാഞ്ഞിരക്കാട് ജോസേട്ടൻ്റെ വീട്ടിലാണ്. ജോസേട്ടൻ്റെ മകനായിട്ടുള്ള ആൽജോ ആണ് ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുള്ളത്. ആൽജോനെ സഹായിക്കാനായിട്ട് അനിയത്തിയും കൂടെ ഉണ്ടായിരുന്നു. അനിയത്തിയുടെ പേര് മരിയയും ആൽജോയും കൂടിയിട്ടാണ് ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മഷ്റൂമിൻ്റെ അടിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു കുട്ടിയുടെ രൂപത്തിൽ നമ്മൾ ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ ഇങ്ങനെ ഒരു ഐഡിയ ഇങ്ങനെയാണ് വന്നത്. ആൽജോ ശരിക്കും ഈ ഒരു വെറൈറ്റി ഐഡിയ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു ഐഡിയ അല്ലേ ഇത്? ആരും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു ഐഡിയ. ഇങ്ങനെ ഒരു ഐഡിയ വരാനായിട്ട് ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ ഒരു കോമിക്ക് ഇതിൽ ഒരു റാബിറ്റിൻ്റെ ഒരു പിക്ക് കണ്ടായിരുന്നു. അത് വെച്ചാൽ ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ അത് മാത്രമായിട്ട് ചെയ്യേണ്ട, അതിൻ്റെ ഒപ്പം ഒരു പിണ്ടിക്ക് പറ്റിയത് ഒരു ഇതാണ്. ഭയങ്കര നന്നായിട്ട് ആ ചിന്തിച്ചെടുക്കാനുള്ള ഒരു ഐഡിയ വന്നത് എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇനി ഉണ്ടല്ലേ കുറേ, ഇനി ഇവിടെ ഡെക്കറേഷൻസ് ഇനി നമുക്ക് കുറേ കാണാനുണ്ട്. മത്സരത്തിനുള്ള പിണ്ടി ഡെക്കറേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും സമ്മാനം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ ഇനിയും എല്ലാ വർഷങ്ങളിലും വെറൈറ്റി ഐഡിയാസ് വരാനുള്ള ഒരു ആളാണ് ആൽജോ. കാരണം ആളുടെ ചിന്ത പോയ ആ ഒരു വേ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മുടെ മൈൻഡിൽ അങ്ങനെ ഒന്നും വരില്ല. സോ ആൽജോ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ തന്നെ പറയേണ്ടി വരും. സൂപ്പറായിട്ടുണ്ട്, അത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് പിണ്ടി ഡെക്കറേഷൻസ് എന്നുള്ള സമയത്ത് ചിന്തിക്കുന്ന സമയത്ത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് കരുവന്നൂർ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഏറ്റവും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് പിണ്ടി ഡെക്കറേഷൻസ് ഇനിയും കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഈ ഒരു മഷ്റൂമിന്റെ ഭാഗം കൊടുത്തിട്ടുള്ളത് പിണ്ടി തന്നെയാണ്. പിണ്ടിയിൽ കമ്പി വെച്ച് ഷേപ്പ് ചെയ്ത് പേപ്പർ ഒട്ടിച്ചിട്ട് ചൈന പേപ്പർ വെച്ചിട്ട് പശ വെച്ച് ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ടോപ്പ് കമ്പി തന്നെ വളച്ചിട്ട് ഷേപ്പ് ആക്കി എടുത്തിട്ട് മുകളിൽ ഫ്രെയിം മേക്ക് എന്നിട്ട് അത് ഇറക്കി വെച്ചിട്ട് അതിന് മുകളിലും താഴെയായിട്ട് പേപ്പർ ഒട്ടിച്ചിട്ട് പേപ്പർ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തേക്കാണ്. ഇവിടെ പേപ്പർ കട്ടിയിൽ കൊടുത്തിട്ട് ബീഡിങ് ബെൻഡ് ചെയ്തിട്ട് ഒട്ടിച്ചു. അതുപോലെ ഇത് കാർഡ്ബോർഡ് കൊണ്ട് ചെയ്തിരിക്കുന്നത്. കാർഡ്ബോർഡിന്റെ ഫ്രെയിം വെച്ചിട്ട് വൈറ്റ് പേപ്പർ വെച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ ഫ്രെയിം തന്നെയാണ്. ഇതിന്റെ ഉള്ളിൽ കാർഡ്ബോർഡ് പേപ്പർ ഒട്ടിച്ച് ഷേപ്പ് ആക്കിയിട്ടാണ്. താഴെയും കാർഡ്ബോർഡ് തന്നെ. ഇത് ചെവി വെച്ചുകൊണ്ട് കമ്പിയുടെ വെച്ച് പേപ്പർ ഒട്ടിച്ചിട്ട് ഫേസൊക്കെ നല്ല പെർഫെക്ഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. അയ്യോ നല്ല ക്യൂട്ടായിട്ടുള്ള മയിൽക്കുട്ടി. ഇതിന്റെ അടിഭാഗം വരുന്നത് കാർഡ്ബോർഡിന്റെ ബോക്സ് പേപ്പർ വെച്ച് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. നിലത്ത് വെക്കുന്ന ഇത് ബേസിലിരിക്കുമ്പോൾ അതിൻ്റെ ഭംഗിയായിട്ടാണ്
ഇതിപ്പോ ഇതിന്റെ ഈ ഫ്രെയിം വർക്ക് ഒക്കെ നിങ്ങൾ തന്നെയാണോ ചെയ്യുന്നത്? ഓ അടിപൊളിയാണ്. ഇത് പിന്നിമേ ഇന്നലെ വൈകുന്നേരം കംപ്ലീറ്റ് ചെയ്തു. ഇത് ഓൾറെഡി ഒരാഴ്ച. ഇതിപ്പോ ഈ ഫ്രെയിം ഒക്കെ ഉണ്ടാക്കാൻ മൊത്തം വർക്കിന് എത്ര സമയം എടുത്തിട്ടുണ്ടാവും? ഞാനത് ഡ്യൂട്ടിക്ക് പോകണ നൈറ്റ് ചെയ്യണം. ഒരു 9 മണി തൊട്ട് 1 മണി വരെയൊക്കെ ചെയ്തതാണ്. അപ്പോൾ നല്ലൊരു ഹാർഡ് വർക്ക് ഇതിന്റെ പുറകിലുണ്ട്. ഓക്കെ, അപ്പൊ അതിനുള്ള ഭംഗിയുണ്ട്, ആ ഒരു വർക്കിനുള്ള ഭംഗിയും തീർച്ചയായിട്ടും ഉണ്ട്. അമ്പതിരുന്നാളിനോടനുബന്ധിച്ച് ഇതാ ഇവിടെ മുറ്റത്ത് നല്ല ഭംഗിയിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് ഇരിക്കുന്നത് നെല്ലായിപ്പറമ്പിൽ ബെന്നിച്ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ബെന്നിച്ചേട്ടൻ്റെ മകൻ അമലാണ് ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് നന്നായിട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അമലിന് എനിക്ക് തോന്നുന്നു നിങ്ങളാരും മറന്നിട്ടുണ്ടാവില്ല, കഴിഞ്ഞ പ്രാവശ്യം കരുവന്നൂർ പിണ്ടി ഡെക്കറേഷൻ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് നേടിയത് അമലാണ്. അന്ന് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ആംഗ്രി ബേർഡ് മോഡലായിരുന്നു. നല്ല ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ആംഗ്രി ബേർഡ് മോഡൽ പെട്ടെന്ന് ആരും മറക്കാൻ വഴിയില്ല. അപ്പോൾ ബെന്നിച്ചേട്ടൻ്റെ ഭാര്യയാണ് നിഷ ചേച്ചി. പിന്നെ അമല് മൂത്താള്, രണ്ടാമത്തെ മോളാണ് അലീം, പിന്നെ അന്ന. ഓക്കെ, അലീം, അന്ന ബെന്നിച്ചേട്ടൻ്റെ അമ്മയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ടാണോ ഈ ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്? അപ്പോൾ അമ്മനെ സഹായിക്കാനായിട്ട് അനിയത്തിമാർ 2 പേരുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, അമ്മൂമ്മയുണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ ഇവിടെ ഇത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത്. സൂപ്പറായിട്ടൊരു ഗിഫ്റ്റ് ബോക്സ് ആക്കി നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ തോന്നാനായിട്ട് അമലിന്റെ ഐഡിയ ആണോ? ഓക്കെ. അപ്പൊ അമല് നമുക്ക് ഇപ്പൊ ഇവിടെ ഇല്ല, പള്ളിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ അമലിനെ കാണിക്കാൻ പറ്റാത്തതിന് നമുക്കൊരു വിഷമമുണ്ട്. നമുക്ക് അറിയണ്ടായിരുന്നില്ല അവനിവിടെ ഇപ്പൊ ഇല്ല എന്നുള്ളത്. അപ്പൊ അമലിനെ പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ സൂപ്പർ ആയിട്ടുണ്ട്. മത്സരത്തിനുള്ള പിണ്ടിയാണ്. ഇവിടെ പിണ്ടി ഡെക്കറേഷൻ കോമ്പറ്റീഷൻ നടത്തുന്നത് CLCയുടെ നേതൃത്വത്തിലാണ്. 15ഓളം പിണ്ടികളാണ് ഇവിടെ മത്സരത്തിന് വേണ്ടിയിട്ട് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് സമ്മാനം കിട്ടട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ 1ാം സമ്മാനം നിലനിർത്താനായിട്ട് സർവീസിനെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ എന്താ പറയുക, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഇതിൻ്റെ ഒരു ഗിഫ്റ്റ് ബോക്സ് കണ്ടപ്പോൾ. സൂപ്പർ ആയിട്ടുണ്ട്.